ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LDC കഴിഞ്ഞ കണ്ണൂർ, കൊല്ലം ജില്ലകളിലെ പരീക്ഷയുടെ തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് പ്രഡിക്ഷനും അതുപോലെ തന്നെ അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്നവരുടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ കൊല്ലം അതുപോലെ തന്നെ കണ്ണൂർ ജില്ലകളിലെ പരീക്ഷയുടെ തൊഴിൽ വീതിയിലെ അവലോകനം എന്താണ് എന്ന് നമുക്കൊന്ന് ആദ്യം തന്നെ നോക്കാം. തൊഴിൽ വീതിയിൽ അവർ പറയുന്നത് സുജേഷ് പുറക്കാട് സാറാണ് അനലൈസ് ചെയ്തേക്കുന്നത് തൊഴിൽ വീതിയിലെ കട്ട് ഓഫ്. അപ്പം സാറ് പറയുന്നതിനകത്ത് നല്ല നിലവാരമെങ്കിലും 40% എളുപ്പ ചോദ്യങ്ങളെന്നാണ് ടൈറ്റിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലം, കണ്ണൂർ ജില്ലകളിലേക്ക് നടന്ന LDC പരീക്ഷ താരതമ്യേന നല്ല നിലവാരമുള്ളതായിരുന്നു. അവരും പറയുന്നത് താരതമ്യേന നല്ല നിലവാരമുള്ളതായിരുന്നു. 100 ചോദ്യങ്ങളിൽ ഏകദേശം 43 എണ്ണം വളരെ എളുപ്പമായിരുന്നു എന്ന് തന്നെ പറയാം. 31 ചോദ്യങ്ങളെ ശരാശരി നിലവാരത്തിൽ ഉൾപ്പെടുത്താം. ബാക്കി 26 ചോദ്യങ്ങളാണ് ശരാശരിക്ക് മുകളിലോ ബുദ്ധിമുട്ടേറിയതോ എന്ന നിലയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ എത്രയാണ്? 43 ചോദ്യങ്ങൾ വളരെ എളുപ്പമെന്ന് അവർ പറയുന്നു. 31 ചോദ്യങ്ങൾ ശരാശരി നിലവാരം, ബാക്കി 26 ചോദ്യങ്ങളാണ് ശരാശരിക്ക് മുകളിൽ ബുദ്ധിമുട്ടേറിയതുമായിട്ട് വന്നിട്ടുള്ളതെന്നാണ് സാർ പറയുന്നത്. എടുത്തു പറയേണ്ട കാര്യം, കറണ്ട് അഫയേഴ്സിൽ നിന്ന് 11 ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ 20 മാർക്കിന് അതായത് സാർ എടുത്ത് പറയുന്നുണ്ട് 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് വരെ ചോദ്യങ്ങൾ വേണ്ടിടത്ത് വെറും 11 ചോദ്യങ്ങൾ മാത്രമേ കറണ്ട് അഫയർ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞു കറണ്ട് അഫയർ ചോദ്യങ്ങൾ കുറച്ചേ ഉള്ളായിരുന്നു ചോദിച്ചിട്ടുള്ളത്. പിന്നെ 5 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള കേരള ഭരണ സംവിധാനം, അതായത് സിവിക്സ് 5 മാർക്കിന് വെയിറ്റേജ് ഉള്ള കേരള ഭരണ സംവിധാനം എന്ന മേഖലയിൽ നിന്ന് വെറും 2 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് കേട്ടോ. പിന്നെ 2 ഗവർണറെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ ഭരണഘടനയും ഇന്ത്യൻ ഭരണ സംവിധാനവും ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് വന്നത്. കോൺസ്റ്റിറ്റ്യൂഷനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും വന്നിരുന്നത്. പിന്നെ ഗണിതം അത്യാവശ്യം നല്ല നിലവാരം പുലർത്തി. അതുപോലെ തന്നെ പൊതുവെ PSC പരീക്ഷകളിൽ ജാമിതി നിന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മാർക്ക് നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയിൽ ഗണിതത്തിന് നല്ല മാർക്ക് കിട്ടാൻ പലരും നന്നേ വിഷമിക്കും കേട്ടോ. പിന്നെ ഇംഗ്ലീഷ്, മലയാളം എന്നിവ താരതമ്യേന എളുപ്പമായിരുന്നു. എന്നാൽ പൊതുവിജ്ഞാനത്തിൽ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, ഭൗതികശാസ്ത്രം, ഭരണഘടന എന്നീ മേഖലകൾ വളരെ നിലവാരം പുലർത്തി. അപ്പോൾ ഇവർ പറയുന്ന കട്ട് ഓഫിന് നമുക്കങ്ങ് പറയാം. അതായത് ഉയർന്ന റാങ്ക് നേടി ജോലി സ്വന്തമാക്കാൻ തക്കവണ്ണം തയ്യാറെടുക്കുന്നവർക്ക് മാനസിക സമ്മർദ്ദമില്ലാതെ പരീക്ഷ എഴുതിയാൽ 70 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാൻ പ്രയാസമുണ്ടാവില്ല എന്നാണ് സാർ പറയുന്നത്, സുജേഷ് പുറക്കാട് സാർ പറയുന്നത്. അതേസമയം നല്ല രീതിയിൽ തയ്യാറെടുത്തവരും സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകയും ടൈം മാനേജ്മെൻറ്റ് പിഴയ്ക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ 50-നും 60-നും ഇടയ്ക്ക് ഒതുങ്ങിയേക്കാം. നമ്മുടെ പോളും അങ്ങനെയാണല്ലോ, പോളിന് കൂടുതൽ പേരും 50-നും 60-നും ഇടയിലാണ് വന്നത്. അതും പറയുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. ഈ രീതിയിൽ വിലയിരുത്തുമ്പോൾ കൊല്ലം ജില്ലയിൽ 58 മുതൽ 63 വരെ. അപ്പോൾ തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് എത്രയാണ്? കൊല്ലം ജില്ലയിൽ 58 മുതൽ 63 വരെ കട്ട് ഓഫ് വരാം. 58 മുതൽ 63 നിലവാരത്തിലും കണ്ണൂർ ജില്ലയിൽ 55 മുതൽ 60 നിലവാരത്തിലും ആയേക്കാം സാധ്യത കട്ട് ഓഫ്. അപ്പോൾ തൊഴിൽ വീതിയുടെ പ്രഡിക്ഷൻ തൊഴിൽ വീതിയുടെ പ്രഡിക്ഷൻ കട്ട് ഓഫ് എത്രയാണ്? കൊല്ലം ജില്ലയിൽ 58 മുതൽ 63 വരെയാണ് വരുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ 55 മുതൽ 60-ന് ആ നിലവാരത്തിൽ സാധ്യത കട്ട് ഓഫ് വരുമെന്നാണ് തൊഴിൽ വീതി പറയുന്നത്. അപ്പോൾ തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് റേഞ്ച് ഇത്രയുമാണ് വരുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം നമ്മളത് മനസ്സിലാക്കുക. കാരണം തൊഴിൽ വീതി ഒക്കെ ഇടുന്ന കട്ട് ഓഫിൽ നിന്ന് എപ്പോഴും ഒരു 5 മാർക്കോ 4 മാർക്കോ ഒക്കെ കുറച്ചേ PSC ഇടാറുള്ളൂ. സാധാരണ പൊതുവേ അങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പഴത്തേയുള്ള നമ്മുടെ പോൾ റിസൾട്ട് ആയാലും എല്ലാ കാര്യങ്ങളും വെച്ച് നമ്മൾ അനലൈസ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞാണ് ഒരു 50-നും 60-നും ഇടയ്ക്കായിരിക്കും കട്ട് ഓഫ് വരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന 50-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തൊഴിൽ വീതി പറയുന്നത് 58-നും 63-നും കൊല്ലം ജില്ലയും 55-നും 60-നും കണ്ണൂർ ജില്ലയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ വരും. അതിനകത്തുനിന്ന് ഒരു 4, 5, 3 മാർക്ക് കുറയാൻ ആണ് ചാൻസ് കൂടുതൽ. തൊഴിൽ വീതി എപ്പം പറയുന്ന കട്ട് ഓഫ് ആണെങ്കിലും അവരുടെ കട്ട് ഓഫ് മാർക്കിൽ നിന്ന് 5 മാർക്ക് കുറച്ച് PSC ഇടാറുള്ളൂ. അങ്ങനെയാണ് ചരിത്രം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കൊല്ലം, കണ്ണൂർ ജില്ലകളുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ വീതിയുടെ അനാലിസിസ് ആയിട്ട് നമുക്ക് പറയാനുള്ള അപ്ഡേറ്റ് ആയിട്ട് വന്നത്. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് മെയിനായിട്ട് ഇനി അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്നവരുണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർ അതിപ്പം 31-ന് എഴുതുന്ന തൃശ്ശൂർ, പത്തനംതിട്ട, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഭരണഘടന ആയിക്കോട്ടെ, അതുപോലെ തന്നെ
നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ NCERT ടെസ്റ്റും SCERT ടെസ്റ്റും മാക്സിമം ഒന്ന് റെഫർ ചെയ്തിട്ട് പോകുന്നത് വളരെയധികം ഉപകാരപ്പെടും. കാരണം NCERT ടെസ്റ്റ് ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുള്ളത്. മാക്സിമം NCERT ടെസ്റ്റ് മാക്സിമം നോക്കിയിട്ട് ആരും പോവാതിരിക്കരുത്, മാക്സിമം നോക്കണം. നമ്മുടെ ചാനലൊന്ന് ജോയിൻ ചെയ്യണം. ടെലഗ്രാം ചാനലിൽ ഞാൻ NCERT ടെസ്റ്റിൻ്റെ NCERT ടെസ്റ്റിൻ്റെ അതേപോലെ നോട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടും. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ NCERT ടെസ്റ്റ് ബേസ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അതുപോലെ തന്നെ എക്കണോമിക്സും NCERT ടെസ്റ്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ മാക്സിമം അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. SCERT ടെസ്റ്റും നോക്കാതെ നമ്മൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, നമ്മളുടെ കൂടെ എപ്പോഴും പരീക്ഷ എഴുതുന്ന കോമ്പറ്റേറ്റേഴ്സ് എപ്പോഴും നമ്മളെക്കാട്ടിലും ഒരു പടി മുൻപിലാണ് എന്നൊരു ചിന്ത നമുക്ക് വേണം. കാരണം അവർ ഈ NCERT ടെസ്റ്റ് SCERT ടെസ്റ്റും എല്ലാം റെഫർ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ വെറും റാങ്ക് ഫയൽ മാത്രം റെഫർ ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല. റാങ്ക് ഫയലിനോടൊപ്പം തന്നെ SCERT ടെസ്റ്റ്, ഇനി വരുന്ന ദിവസങ്ങളിൽ SCERT ടെസ്റ്റ് NCERT ടെസ്റ്റ് മാക്സിമം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. PDF എല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് അതിനകത്ത് ടൈപ്പ് ചെയ്താൽ മതി, മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ PDF എല്ലാം ഇട്ട് തരാം. ഓൾറെഡി നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് NCERT ടെസ്റ്റിൻ്റെ, മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ അടുത്ത കാര്യം പറയാനുള്ളത് നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സസ് ആണ്. കറണ്ട് അഫെയർ കഴിഞ്ഞ പരീക്ഷയിൽ 11 മാർക്കാണ് വെച്ചത്. അതിന് മുമ്പേ തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷയിൽ 17-18 മാർക്കോളം ഏകദേശം കറണ്ട് അഫെയർ ടോപ്പിക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് 15 മേളിൽ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മുടെ കറണ്ട് അഫെയറിൻ്റെ റിവിഷൻ ക്ലാസ്സസ് 3 ചെയ്തിട്ടുണ്ട്. ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് 3 ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ കറണ്ട് അഫെയർ ചെയ്തിട്ടുള്ളത്. ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫെയർ, ഇപ്പോൾ പ്രധാന പദവികളായിക്കോട്ടെ, അതുപോലെ തന്നെ വാർഷികങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭ ആയിക്കോട്ടെ, നോബൽ പ്രൈസ് ആയിക്കോട്ടെ, തുടങ്ങിയ എല്ലാ ടോപ്പിക്കും നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫെയർ ക്ലാസ്സസ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം നിങ്ങളിത് ഉപകാരപ്പെടുത്തണം. നമ്മൾ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ഇടുന്ന ക്ലാസ്സസ് എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇനി വരുന്ന ദിവസങ്ങളിൽ മാക്സിമം നമ്മുടെ എല്ലാ ക്ലാസ്സും കണ്ടു തീർക്കാൻ സമയം കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പഠിക്കാൻ ഇപ്പോൾ ചിലർക്ക് കേന്ദ്ര മന്ത്രിസഭ പഠിക്കാൻ പാടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ് കണ്ടാൽ വളരെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആയാലും റിവിഷൻ ക്ലാസ്സസ് ആയാലും LD കണ്ണൂർ എഴുതിയവരായാലും തിരുവനന്തപുരം എഴുതിയവരൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇനി പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ മാക്സിമം അതുകൂടെ ഒന്ന് പ്രയോജനപ്പെടുത്തക്ക വിധത്തിൽ ക്ലാസ്സസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒക്കെ വരുമ്പം നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്യാൻ സാധിക്കത്തില്ല. വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായുള്ള ഇത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്ന അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അന്നേരം PS പുറത്തുവിളിക്കുന്ന കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ നോട്ട്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ടെലഗ്രാം ചാനൽ ത്രൂവേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ടെലഗ്രാം ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് NCERT ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യും. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി പരീക്ഷ എഴുതുന്ന അടുത്ത ഘട്ടം 31 പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ മാക്സിമം നിങ്ങൾ SCERT ടെസ്റ്റ്, അതായത് സയൻസ് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഭരണഘടന ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏതാണ് സാമ്പത്തിക ശാസ്ത്രം ആയിക്കോട്ടെ, ഇതെല്ലാം ഒന്ന് SCERT, ഈ മെയിനായിട്ട് ഭരണഘടന, സാമ്പത്തിക ശാസ്ത്രം, ഇത് രണ്ടും SCERT മാത്രം നോക്കി പോവാതെ NCERT ടെസ്റ്റോടെ റെഫർ ചെയ്തിട്ടേ പോവുക. NCERT ടെസ്റ്റ് പിന്നെ സയൻസ് കാര്യങ്ങളൊക്കെ 8, 9, 10 7, 8, 9, 10 SCERT ടെസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. കാരണം SCERT ടെസ്റ്റ് ബേസ് ചെയ്തായിരിക്കുമല്ലോ ഇപ്പോൾ പൊതുവേ എല്ലാ റാങ്ക് ഫയലും ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അപ്പം നിങ്ങളിനി നോക്കേണ്ടത് NCERT ടെസ്റ്റാണ്. NCERT ടെസ്റ്റ് ഏതാണ്? ഭരണഘടനയും സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സുമാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ, അതായത് അഭിപ്രായങ്ങൾ അതായത് കൊല്ലം കണ്ണൂർ പരീക്ഷയെക്കുറിച്ചും അതുപോലെ തന്നെ ഇനി അടുത്ത് എഴുതാനുള്ള പരീക്ഷയെക്കുറിച്ചും ഒക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഏതെങ്കിലും ക്ലാസ്സുകളോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തേക്കാം. മാക്സിമം അതിൽ ജോയിൻ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളുമായിട്ട് ഉടനെ തന്നെ നമ്മൾ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.